ചെയ്യുന്നത്. അവൻ പറഞ്ഞു, ഞാൻ തെരുവിൻ്റെ മോനാണ്. അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇന്നേ നിങ്ങൾ വേടനെ കണ്ടിട്ടുള്ളൂ. സ്വന്തം മണ്ണില്ലാത്തവരുടെ പ്രതിനിധിയായി പാട്ടുകൊണ്ടൊരു ചൂട്ടുകെട്ടി തമ്പുരാന്മാരുടെ മുഖത്ത് കുത്തിയ ധീരതയുടെ പേരാണ് വേടൻ. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ ഒരു തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു പുല്ലുമില്ല. പുല്ല എന്നല്ല വേടൻ പറഞ്ഞത്, കുറെ കൂടി ശക്തമായ വാക്കാണ്. ആ വാക്ക് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് എഴുത്തുകാരനായതുകൊണ്ട് ഞാൻ പറയാൻ മടിക്കുന്നത് പറയുന്നവനെയാണ് വേടൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള വ്യവസ്ഥയോടൊക്കെ സൊഫിസ്റ്റിക്കേറ്റഡായി രാജിയായവർ പറയാൻ മടിക്കുന്നതാണ് വേടൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ ചെറുപ്പക്കാർ. ഞാൻ അമ്പരന്ന് പോയത്, ഞാൻ പ്രസംഗിക്കാൻ ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ ഒരു 2 ലക്ഷം ആളുകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ ആളുകൾ ഒന്നിച്ച് കാണുന്നത്. ഞാൻ പേടിച്ചു പോയി. എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല, കഴിഞ്ഞ് വേടൻ്റെ പാട്ടുണ്ട്, അത് കേൾക്കാൻ വന്നതാണ്. അപ്പോൾ വേടൻ അവിടെ നിന്ന് വന്നൊരു വരവുണ്ട്. ആ വരവ് കേട്ടാണ് ഒരു കലാകാരൻ ഇന്നും ഇത്രയേറെ അധികാര ശക്തികൾക്ക് മേലെ തീ പോലെ, അഗ്നിജ്വാല പോലെ, കൊടുങ്കാറ്റ് പോലെ പ്രവേശിക്കുന്നത് ഞാൻ അന്നാണ് കണ്ടത്. വേടനിൽ ശബ്ദിക്കുന്നത് നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ കോടിക്കണക്കായ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം മാത്രമല്ല, നവോത്ഥാനത്തിൻ്റെ മാനവികത കൂടിയാണ്. ധീവരകലയുടെ, സംസ്കാരത്തിൻ്റെ, മാനവികതയുടെ ഏറ്റവും പുതിയ ബലമാണ് വേടനിലുള്ളത്.